ഇവിടുത്തെ പിള്ളേർക്ക് കുറേ ദിവസമായി മക്രോണി ഉണ്ടാക്കി താ അമ്മ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഉണ്ടാക്കണതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബൊക്കെ നോക്കി തപ്പി പിടിച്ച് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ മക്രോണി കുറച്ച് എണ്ണയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ബട്ടർ, പിന്നെ അതിലേക്ക് കുനുകുനാന്ന് നിറഞ്ഞ ക്യാരറ്റും ക്യാപ്സിക്കവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ആ വഴറ്റിയെടുത്ത സംഭവം നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ പിന്നെയും കുറച്ച് ബട്ടർ ഇടാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ചീശെ പാലൊഴിച്ചിട്ട് കട്ട കുത്താതെ മിക്സാക്കി എടുക്കണം കേട്ടോ. നമുക്ക് എത്ര ചാറ് വേണം അതനുസരിച്ച് പാലൊഴിക്കാം കേട്ടോ. ഇതുപോലെ കട്ട കുത്താതെ എടുക്കണം. അതിലേക്ക് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചില്ലേ ക്യാരറ്റ് ക്യാപ്സിക്കം മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ മക്രോണിയും കൂടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മക്രോണി റെഡി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സത്യം പറയാനുള്ള നന്നായിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. പക്ഷെ ഉമേഷ് മാത്രം ഉണ്ടായിരുന്നില്ല. ഉമേഷ് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് കുറച്ച് എരിവ് കൂടിപ്പോയി. ഈ നൈനുമില്ലേ, ഞാൻ ക്രഷ് ചെയ്ത് വെച്ച ആ മുളക് ബാക്കിയുണ്ടായിരുന്നു. അത് ഫുള്ളും ലാസ്റ്റ് കൊണ്ട് അതിൽ കമത്തി. അതുകൊണ്ട് എരിവ് കൂടിപ്പോയത്. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.